കനവുകളാലൊരു ഏദൻ തോട്ടം. വിലക്കപ്പെട്ടൊരു ആഗ്രഹം. പാപത്തിൻ്റെ നിഴൽ മനുഷ്യനിൽ. കഥയല്ലിത് ജീവിതം. നമസ്കാരം. കഥയില്ലത് ജീവിതത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രേക്ഷകർക്കിടയിൽ ദൈവിക ഉദ്ദേശത്തിൻ്റെയും ദൈവിക പദ്ധതികളുടെയും ദൈവിക ന്യായവിധിയുടെയും ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി മഹനീയം ടെൽഫോർഡ് ചർച്ച് അവതരിപ്പിക്കുന്ന ചെറിയ സ്കിറ്റ് സവിനയം നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കഥയല്ലിത് ജീവിതം. ഇന്ന് നമ്മുടെ മുമ്പിൽ വന്നിട്ടുള്ള കേസ് ഒരു പഴം കഴിച്ചതുമൂലം കുടുംബജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി പറയാനാണ്. എന്തൊക്കെയാണ് എന്നറിയാൻ വേണ്ടി ആദ്യമായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് മിസ്റ്റർ ആദത്തെയാണ്. ആദം, പ്ലീസ് കം. കനലെറിയുന്നൊരു മാനസം. കനവുകളാലൊരു ഏദൻ തോട്ടം. ആദം, താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? താങ്കളെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഗുഡ് ഈവനിങ് സാർ. ഏതനിൽ നിന്ന് വരുന്നു ഞാൻ. താങ്കളുടെ പ്രശ്നം എന്താണ്? പ്രശ്നമോ? പ്രശ്നമേ ഉള്ളൂ. പണ്ട് ഞാൻ ദുബായ്, വായിലെപ്പോഴും ദുബായേ വരുള്ളൂ. അല്ല, ഞാൻ ഏതനിൽ സ്വസ്ഥമായി ജീവിക്കുകയായിരുന്നു. ഒരുത്തി എൻ്റെ ജീവിതത്തിൽ എവിടുന്നെങ്ങാണ്ട് പൊട്ടിമുളച്ച് വന്നു. അന്ന് തുടങ്ങിയതാ എൻ്റെ കഷ്ടകാലം. ആദം, നിങ്ങൾ ആരെപ്പറ്റിയാണ് ഈ പറയുന്നത്? എൻ്റെ ഭാര്യ അവ്വാമയെ പറ്റിയാ പറഞ്ഞത്. ഞാൻ നല്ല സന്തോഷത്തോടെ സിംഹത്തിൻ്റെയും കടുവയുടെയും പറവകളുടെയും കൂടെ സന്തോഷത്തോടുകൂടെ ജീവിച്ചിരുന്ന ഞാനാണ് ഇന്നൊന്നിനും പറ്റാത്ത അവസ്ഥയില്ല. നിങ്ങൾ നല്ലൊരു മാതൃകാ ദമ്പതികളാണെന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. പിന്നെ എന്തു പറ്റി? അങ്ങനെയൊക്കെയാ പുറമേയുള്ള വെപ്പ്. പക്ഷേ അകമേയുള്ള കാര്യങ്ങൾ നമുക്കല്ലേ അറിയൂ. അവളുടെ ഒടുക്കലത്തെ ഒരു പഴന്തീറ്റി ആരാണ്ട് പറഞ്ഞതും കേട്ട് ഒരു പന്നപ്പഴം വാരി വിഴുങ്ങി. എന്നിട്ട് അവളുടെ എച്ചിൽ എന്നെയും തീറ്റിച്ചു. അന്ന് തുടങ്ങിയതാ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം. എന്ത്? പഴം തിന്നിട്ട് പ്രശ്നമോ? ഇതാദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അല്ല, എന്ത് പഴമാണ് നിങ്ങൾ കഴിച്ചത്? നല്ല ഭംഗിയുള്ള പഴമാ. വേറെ ഒന്നും എനിക്കറിയില്ല. അവളോട് തന്നെ ചോദിക്കുക നല്ലത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദത്തിൻ്റെ ഭാര്യയായിരുന്ന ഹവയോട് നേരിട്ട് തന്നെ ചോദിച്ചറിയാം എന്തായിരുന്നു അതിൻ്റെ പ്രശ്നങ്ങളെന്നുള്ളത്. കഥയല്ലിത് ജീവിതം. ഹവ്വ, നിങ്ങളുടെ ഭർത്താവായിരുന്ന ആദം ഏതോ ഒരു പഴം കഴിച്ച കഥയും നിങ്ങൾ തമ്മിൽ അടിയായ കഥയും ഒക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് സംഭവിച്ചത്? എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ അടിയുടെ തുടക്കം? ഒന്ന് പറയാമോ? എന്തൊരു പറയാൻ എൻ്റെ പൊന്നണ്ണ. ഞാൻ ഈ പുള്ളിക്കൊരു കിടിലം പഴം ഒന്ന് കൊടുത്തതാ. പുള്ളിക്ക് അന്നേരം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ അത് വലിയ പ്രശ്നമായി, കുറച്ചിലായി, അടിയായി. എന്തൊരു പറയാനാ. എല്ലാം എൻ്റെ ഗതികേട്. ഒറ്റയ്ക്കെങ്ങാനും അത് തിന്നാ മതിയായിരുന്നു. കുറച്ച് സ്നേഹം കൂടുതൽ അങ്ങ് കൊടുത്തു പോയതാ. അവളുടെ ഒടുക്കലത്തെ ഒരു സ്നേഹം. എടി ഹവ, നീ ഒറ്റ ഒരുത്തിയാണ് ഇതിൻ്റെ എല്ലാം കാരണം. ഹലോ മിസ്റ്റർ ആദം, കണ്ടോ അവള് ഹൗവ എന്തൊക്കെയാ എന്നെ വിളിക്കുന്നേ. പണ്ടൊക്കെ ചക്കരെ, തേനെ, പാലെ, മോളെ എന്നൊക്കെ വിളിക്കുമായിരുന്നു. ഈ കിളവി ചതിച്ചയാണോ ഞാൻ ഇനി മോളെ, ചക്കരെ എന്നൊക്കെ വിളിക്കേണ്ടത്? അയ്യോ കിളവിയോ? എടാ മോനെ, നീ കേട്ടോടാ.
എന്നെ കണ്ട അത്ര പ്രായമൊക്കെ പറയൂ. എടാ ഊവേ കേൾക്ക്, നിനക്കറിയാമോ, സ്വസ്ഥമായി ജീവിച്ച് എല്ലാ പഴങ്ങളും കഴിച്ച് എല്ലാ മൃഗത്തിനും പഴത്തിനും പേരിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഞാനാ. എന്ത് പേരിടുകയോ? ആർക്ക്? നമ്മുടെ സിംഹം, കടുവ, പോത്ത്, ആന, എലി എല്ലാം ഞാനല്ലേ പേരിട്ടത്. അത് പോട്ടെ, കഥയിലേക്ക് വരാം നമുക്ക്. ഇങ്ങനെ രാജാവായി ഏതെങ്കിലും ജീവിച്ചിരുന്ന ഞാനാ ഒരു ദിവസം കർത്താവ് ഒരു ഉറക്കം തന്നു എൻ്റെ വാരിലിൽ നിന്ന് ഒരെണ്ണം ഊരിയെടുത്ത് ഒരു അവതാരത്തെ ഉണ്ടാക്കി. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ആകെ ഒരു ഫലം മാത്രം കർത്താവ് തിന്നല്ലെന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു. ഞാൻ ആ പുലിയേയും കൂട്ടി മോർണിംഗ് വാക്കിന് പോയപ്പോൾ ആരാണ്ടുടെ വാക്കും കേട്ട് അവളത് പറക്കി കഴിച്ചു, എന്നെയും തീറ്റിപ്പിച്ചു. അതെന്ത് പറയാനാ? പാമ്പ് എന്നോട് പറഞ്ഞു കർത്താവ് നമ്മളെ പറ്റിച്ചതാ, അത് കഴിച്ചാൽ നമ്മൾ കർത്താവിനെ പോലെ ആകുമെന്ന്. അതുകൊണ്ട് കർത്താവിനെ പോലെ ആവാൻ വേണ്ടി ഞാനങ്ങ് കഴിച്ചു. അല്ലാണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ കർത്താവിനെ പോലെ ആയാൽ എൻ്റെ അച്ചായനും അങ്ങനെ ആവണമെന്ന് എനിക്ക് അങ്ങ് തോന്നി. അപ്പം ഞാൻ അങ്ങ് കൊടുത്തു. സാറേ, ഇവളായിട്ടല്ലേ ആ പാമ്പിൻ്റെ വാക്ക് കേൾക്കാൻ പോയത്? അതുകൊണ്ടിപ്പോൾ എന്തായി? ഒരു സ്വസ്ഥതയും ഇല്ല, സന്തോഷവും ഇല്ല, സമാധാനവും ഇല്ല, സ്നേഹവും ഇല്ല. വല്ലപ്പോഴും ആ ദൈവമെങ്കിലും വന്ന് മിണ്ടുകയും പറയുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതും ഇല്ലാണ്ടായി. അതിപ്പോൾ എൻ്റെ മാത്രം കുഴപ്പമാണോ? തന്നപ്പോഴേക്കും എടുത്തങ്ങ് മുണുങ്ങിയല്ലോ. ഒരു മിനിറ്റ്, നിങ്ങളിങ്ങനെ അടിയുണ്ടാക്കാതെ, നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാതെ, ഇതിനെന്താ ഒരു പരിഹാരം എന്ന് നമുക്ക് ചിന്തിക്കാം. ഹൗവയ്ക്ക് ഈ ഇൻസിഡൻറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എടാ മോനെ, നിനക്കറിയാമോ, അന്ന് രാവിലെ ഈ മനുഷ്യൻ പുലിയേയും കൂട്ടി ജോഗിങ്ങിനെന്നും പറഞ്ഞൊരു പോക്കങ്ങ് പോയി. ഒരു വക തിന്നാനോ കുടിക്കാനോ ഒന്നുമല്ലായിരുന്നു. ഒരു ടോസ്റ്റ് പോലും ഇല്ലായിരുന്നു. കോഴിയാണേ ഒരു മുട്ട പോലും ഇട്ടില്ല. വിശന്ന് എന്തെങ്കിലും പറിച്ചു തിന്നാമെന്നോർത്ത് ആ പറമ്പിൽ കൂടെ നടന്നപ്പോഴാണ് ആ പാമ്പ് പറഞ്ഞത് ഇത് സൂപ്പർ പഴമാണെന്ന്. ഞാൻ അന്നേരം അവനോട് പറഞ്ഞു ഇത് ദൈവം തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ അവൻ എന്നെ ചതിച്ചു. ഞാൻ അറിയാതെ അവൻ്റെ ചക്രവാക്കിൽ വീണുപോയി. ഇത് ഇത്രയും വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചില്ല. ആദമേ, ഹൗവേ, നിങ്ങൾ തമ്മിൽ കലഹിക്കുന്നത് എന്തിന്? ഇതിനുള്ള ന്യായവിധിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പവിത്രമായി നിർമ്മിച്ച നിന്നെ കാൽപ്പാനേൽപ്പിച്ച ഏദനിൽ നിന്നും എൻ്റെ ഉത്തരവിന് എതിരായി നീ പ്രവർത്തിച്ചു. അത് വലിയ പാപമാകുന്നു. ഈ അനുസരണക്കേട് നിമിത്തം നിന്നെ ഞാൻ ഏദനിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കുന്നു. ഇതുകൂടാതെ ഈ പാപം നിമിത്തം ഹൗവേ, നിന്റെ ഗർഭധാരണ ക്ലേശം ഏറ്റവും വർദ്ധിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കും. ആദാം, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ആയുഷ്കാലം മുഴുവൻ നീ കഷ്ടതയോടെ ഉപജീവനം കഴിക്കും. നിന്നെ എടുത്ത നിലത്തേക്ക് തന്നെ നീ തിരികെ ചേരും. ഒരു പഴം കൊണ്ടാണ് എല്ലാം തുടങ്ങിയത്. പക്ഷേ അത് ഒരു പഴത്തിൻ്റെ കഥയല്ല, അനുസരണക്കേടിൻ്റെ കഥയാണ്. ഇത് ഏദൻ തോട്ടത്തിൽ മാത്രം നടന്ന സംഭവമല്ല, ഇന്നും ഓരോ ഹൃദയത്തിലും നടക്കുന്നതാണ്. പാപം ആദ്യം മധുരമായി തോന്നും, പിന്നെ മനുഷ്യനെ നഗ്നനാക്കും. അത് തകർക്കും, അവസാനം ഒളിപ്പിക്കും. എങ്കിലും ദൈവം ഇന്നും അന്വേഷിക്കുന്നു, നീ എവിടെയാണ്? നാശത്തിലേക്കല്ല, രക്ഷയിലേക്കാണ് അവൻ്റെ വിളി. പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നകറ്റി, പക്ഷെ ദൈവസ്നേഹം ഇന്നും മനുഷ്യനെ തിരികെ വിളിക്കുകയാണ്. അതിനാൽ ചോദ്യം ഒന്ന് മാത്രം: ദൈവം വിളിക്കുമ്പോൾ നീ ഒളിക്കുമോ അതോ മടങ്ങി വരുമോ? അതുകൊണ്ട് പ്രിയരെ, പാപത്തിൽ നിന്ന് ഓടിപ്പോവുക, ദൈവത്തിൽ നിന്ന് അല്ല. ദൈവത്തിങ്കൽ മടങ്ങി വരുന്നവന് ഇന്നും പ്രത്യാശയുണ്ട്. ഒരിക്കൽ കൂടെ നിങ്ങളോട് ചോദിക്കുന്നു, ദൈവം വിളിക്കുമ്പോൾ നീ ഒളിക്കുമോ അതോ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുമോ? താങ്ക് യു. ഗോഡ് ബ്ലസ് യു.